ബാർ ഉടമകളുടെ നിർവാഹക സമിതി യോഗം കൊച്ചിയിൽ തുടരുകയാണ്. ഔദ്യോഗിക പക്ഷത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയരുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ബാർ ഉടമകളുടെ നിർവാഹക സമിതി യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗം തുടങ്ങിയപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ ബൃഹത്തായ യോഗത്തിൽ പ്രധാനപ്പെട്ട അസോസിയേഷന്റെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഉൾപ്പെടെ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ബിജു രമേശിന്റെ ആരോപണത്തെ തുടർന്ന് തന്നെ ബാർ ഉടമ സംഘത്തിൽ ഭിന്നത വന്നിരുന്നു. എന്നാൽ ഇത് ബിജു രമേശിനെ പിന്തുണയ്ക്കുന്നതും വിഭാഗവും അതുപോലെ രാജ്കുമാർ ഉണ്ണിക്ക് പിന്തുണ നൽകുന്ന വിഭാഗവുമായിരുന്നു. എന്നാൽ പിന്നീട് അസോസിയേഷൻ നേതൃത്വത്തിനെതിരെയും ഇപ്പോൾ വിമർശനം ഉയർന്നു വന്നിരുന്നു. നേരത്തെ ഇതിനിടയിൽ തന്നെ കൊച്ചിയിൽ യോഗം ചേർന്ന് അസോസിയേഷൻ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചതാണ്. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഒരു യോഗം, നിർവാഹക സമിതി യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ഈ യോഗത്തിലും അത്തരത്തിലുള്ള വിമർശനം തന്നെ ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ബാർ കോഴ മാത്രമാണ് സംഘടനയ്ക്കകത്ത് ചർച്ചയാകുന്നത്. പൂട്ടിയ ബാറുകൾ തുറക്കാൻ അസോസിയേഷൻ ഇടപെടുന്നില്ല, അതിനുവേണ്ട നടപടികൾ അസോസിയേഷൻ സ്വീകരിക്കുന്നില്ല, അതിൽ നേതൃത്വം പരാജയം ആണ് എന്നെല്ലാമാണ് വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, മന്ത്രിമാരുടെ കോഴ ആരോപണം സംബന്ധിച്ച് ഇനി കോഴ വാങ്ങിയത് സംബന്ധിച്ച് ഇനി സത്യം തുറന്നു പറയുക തന്നെ വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ ഉള്ളത്. ആ ഒരു വിമർശനം തന്നെയാണ് ഇപ്പോൾ ചർച്ചയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് പരിഹരിക്കാനുള്ള ബൃഹത്തായ ചർച്ച തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഉമേഷ്, തുടരുക. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ജേക്കബ് ജോർജ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ബാർ ഉടമകളുടെ നിർവാഹക സമിതി യോഗം കൊച്ചിയിൽ തുടരുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ആ യോഗം ഇപ്പോൾ നടക്കുന്നത്. CCTV, മൊബൈൽ ഫോണുകൾ, മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. എല്ലാം സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാ ബാർ മുതലാളിമാരും ഇപ്പോൾ യോഗം ചേരുന്നത്. വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബിജു രമേശിന് കൂടുതൽ പിന്തുണ ലഭ്യമാകുന്നു ആ യോഗത്തിൽ. ഒപ്പം ഔദ്യോഗിക പക്ഷത്തിന് കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്നു. ഒപ്പം മൂന്നാമതൊരു പക്ഷം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു. ബിജു രമേശിനെയും ഒപ്പം ഔദ്യോഗിക പക്ഷത്തെയും എതിർക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇന്നത്തെ ബാർ ഉടമകളുടെ യോഗത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്? തൽക്കാലം യോഗത്തിൽ നിന്ന് വിവരം കിട്ടുന്നില്ലെന്നാണല്ലോ നിങ്ങളുടെ റിപ്പോർട്ട്. എനിക്കും എന്റേതായ സോഴ്സുകളിൽ നിന്ന് യാതൊരു വിവരവും കിട്ടുന്നില്ല ഇതുവരെ. അപ്പോൾ എന്താണ് അവരുടെ തീരുമാനം, അവരുടെ ചർച്ചകളുടെ വഴിപോക്ക് എങ്ങോട്ടാണ് എന്നറിയാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സ്ഥിതിയാണ്. എനിക്ക് തോന്നുന്നു വളരെ ദയനീയമായ സ്ഥിതിയിലാണ് നമുക്ക് ഈ ബാർ മുതലാളിമാരെന്നൊക്കെ പറയാം. പക്ഷേ അവരും കേരളീയരാണ്. അവരും ഒരു ബിസിനസ്സിൽ സർക്കാരിന്റെ വാഗ്ദാനം കേട്ടിട്ട് തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണ് അവർ. സ്വാഭാവികമായിട്ടും അവരെയൊക്കെ സംസ്ഥാന സർക്കാർ പുറം കൈ കൊണ്ട് തട്ടി ദൂരെ കളയുകയായിരുന്നു. നിങ്ങളിനി നിർത്തിപ്പോയിക്കോ, വേറെ പണി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ ബിസിനസ്സിനെ ആശ്രയിച്ച് കഴിയുന്ന 10,000 തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതവും അന്ധകാരത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് പരിഹാരം? കാരണം ഇന്ന് ഞാൻ തന്നെ ചെങ്ങന്നൂരിലെ ഒരു വ്യവസായിയെ കണ്ടു, മദ്യവ്യവസായി ഒന്നുമില്ല. അയാൾ ബഹറിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. 2 കോടി രൂപയെ കടമൊക്കെ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. 2 വർഷം ബാർ നടത്തി. ഇപ്പോ അന്ധകാരത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ തൊഴിലാളികളും. അപ്പോ വളരെ ദയനീയമായ സ്ഥിതിയിലാണ്. അപ്പോൾ വളരെ ഡെസ്പറേറ്റ് ആണ് ഈ ആൾക്കാർ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാൻ മേല സ്ഥിതിയാണ്. തീരുമാനം എന്തൊക്കെയാണെങ്കിൽ അത് ആ ഒരു അനിശ്ചിതാവസ്ഥ ഒരുപക്ഷെ ഈ യോഗത്തെയും ബാധിച്ചിട്ടുണ്ടാവാം. ഒരു സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് ബിസിനസ്സിൽ ഇറങ്ങിയവർ, സർക്കാർ തന്നെ വഞ്ചിച്ചത് കൊണ്ട് ആധാരമായവർ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരു സ്ഥിതി. സ്വാഭാവികമായിട്ടും എന്താണെന്ന് നമുക്ക്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, നമ്മുടെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലാത്ത പ്രതിസന്ധിയിൽ വ്യവസായം എന്നുള്ള നിലയ്ക്ക് അവർ അകപ്പെട്ടു പോയിട്ടുള്ള രാഷ്ട്രീയപരമായ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, ധനപരമായി സാമ്പത്തിക അവസ്ഥയിൽ അവർക്ക് നേരിടുന്ന പ്രതിസന്ധി, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു അസോസിയേഷനുണ്ട്. അതിൻ്റെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അവരിൽ ഈ ബിജു രമേശ് ഉന്നയിച്ച അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട നുണപരിശോധനയിൽ അവർ പങ്കെടുക്കേണ്ടതിൻ്റെ സമ്മർദ്ദം അവർക്ക് ഈ യോഗത്തിൽ ഉണ്ടാകും. ഒപ്പം
കൂടുതൽ മന്ത്രിമാരുടെ പേരുകൾ പുറത്തേക്ക് പറയാനുള്ള സമ്മർദ്ദം അവർക്കുണ്ടാകും. ഇതെല്ലാം അവിടെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയമായി തന്നെ ഉള്ള സംഭവവികാസങ്ങൾക്ക് പുതിയൊരു മാനം കൊടുക്കാവുന്ന ചില തീരുമാനങ്ങളിലേക്ക് എത്താനോ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങൾക്ക് ഒരു അയവുണ്ടാക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടാകാം. പക്ഷെ അവിടെ പ്രതിയാകുക ഇപ്പോഴുള്ള ബാർ അസോസിയേഷനിലെ ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷനിലെ ഔദ്യോഗിക പക്ഷം ഒരു പ്രതിസന്ധിയിലാകും. അവർ പിരിച്ച പണത്തിൻ്റെ പേരിൽ, അവർ എടുക്കുന്ന നിലപാടുകളുടെ പേരിൽ. ഇത് ഔദ്യോഗിക പക്ഷം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായി ഒരു പ്രതിരോധത്തിലാകുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴെങ്കിലും. അതെ, തീർച്ചയായിട്ടും. കാരണം ഹൈക്കോടതി അവരുടെ വാദം കൈക്കൊണ്ടില്ല. അതേപോലെ സുപ്രീം കോടതിയിലും കാര്യങ്ങൾ അവർക്കെതിരെയാണ് നീങ്ങുന്നത്. കാരണം സംസ്ഥാന സർക്കാർ മദ്യ നയം സംബന്ധിച്ച് ഒരു നയം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഈ ബാർ അസോസിയേഷൻ ഈ മൂന്നായിട്ട് എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. ബിജു രമേശിനെതിരെ ഒരു ഔദ്യോഗിക വിഭാഗം രംഗത്ത് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ യോഗം കഴിയുമ്പോൾ തന്നെ മാത്രമേ അത് സംബന്ധിച്ച അവരുടെ നീക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്തൊക്കെയാണെങ്കിലും നിരാശ മനുഷ്യനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം കുറച്ചും കൂടെ പേടിപ്പിക്കുന്നതായിരിക്കും. നേരത്തെ ലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അവരുടെ നിരാശ, നഷ്ടബോധം, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക, പലരും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുക കടം എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ഒരു സംസ്ഥാന സർക്കാർ ബിസിനസ്സുകാർക്ക് നൽകുന്ന സന്ദേശം ഇതാണോ എന്ന ചോദ്യം അത് നിലനിൽക്കുന്നു. അപ്പോൾ സർക്കാരിനെ വിശ്വസിച്ച് ബിസിനസ് തുടങ്ങിയവർ ഇതേപോലെ അന്ധകാരത്തിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ ആർക്ക് കേരളത്തിൽ ആരെ വിശ്വസിച്ചൊരു ബിസിനസ് തുടങ്ങാനാവും എന്നൊരു വലിയ ചോദ്യം ഇത് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ്, എത്ര കാലം ഔദ്യോഗിക പക്ഷത്തിന് ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? കാര്യങ്ങൾ തുറന്ന് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കും? ചുരുങ്ങിയ പക്ഷം ഈ വിമർശനങ്ങൾ, അവർ നേരിടുന്ന വിമർശനങ്ങൾക്ക് യോഗത്തിനകത്ത് അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം ഇപ്പോൾ. അത് അവരുടെ ഭാരവാഹിത്വത്തെ തന്നെ ബാധിച്ചേക്കാം. പുതിയ ഭാരവാഹിത്വത്തിലേക്ക് വന്നേക്കാം. അവർ എടുത്ത നിലപാടുകൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് പോയേക്കാം. അവർക്ക് ഇതുവരെ എടുത്തതുപോലെ കാര്യങ്ങൾ പറയാതെയോ ആക്ട് ചെയ്യാതെയോ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അല്ല, അവർക്ക് മന്ത്രിമാർക്ക് കോഴ കൊടുത്തു എന്നാണെങ്കിൽ അവർക്കത് പറയാൻ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ബിജു രമേശിന്റെ അത്രയും ധൈര്യവും ബിജു രമേശിനെ ഇരുവഴിക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേപോലെയല്ല മറ്റ് മാറുടമസ്ഥന്മാർ, അത് പല തരക്കാരുണ്ട്. ഈവൻ മന്ത്രിമാരുടെ ബന്ധുക്കൾ തന്നെയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അതേപോലെ പറയണം, അവരൊന്നും ഇതുപോലെ പറയണമെന്നില്ല, തുറന്ന് പറയണമെന്നില്ല. പിന്നെ ബിജു രമേശിന് ആൾബലമുണ്ട്, പണത്തിന്റെ ബലമുണ്ട്, സമുദായത്തിന്റെ പിൻബലമുണ്ട്. അതുകൊണ്ട് ബിജു രമേശിനെ പോലെ ഇരുപുറം നോക്കാതെ മുന്നോട്ട് പോകാൻ എല്ലാ ഉടമസ്ഥന്മാർക്കും കഴിയണം എന്നില്ല. അപ്പോ എന്തൊക്കെയാണെങ്കിലും പിന്നെ സംഘടന ഒരു വലിയ ബലമാണ്. ആ ബലത്തിന്റെ പേരിൽ ആ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബലം പോലും ഉറപ്പാക്കാൻ കഴിയുന്നത് സംഘടന ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ കഴിയൂ. ഒരുപക്ഷെ ബിജു രമേശ് ആയിരുന്നല്ലോ ആ സംഘടനയുടെ എല്ലാം. ഈ രാജ്കുമാർ ഉണ്ണി പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സംഘടനയിൽ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയിൽ ബിജു രമേശ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട, അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പല പങ്കുകളും വഹിക്കുന്നത് അറിയാവുന്ന വ്യക്തി, തെളിവുകൾ കൈവശം വെക്കാൻ പറ്റുന്ന വ്യക്തി, അതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന വ്യക്തിയൊക്കെ ആയിരുന്ന ഡോക്ടർ ബിജു രമേശ് തന്നെ ആയിരുന്നില്ലേ ആ അസോസിയേഷൻ? ആ നിലയ്ക്ക് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബിജു രമേശ് ആയതുകൊണ്ട് പിടിച്ചു നിന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മുന്നോട്ടും കുറേയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന വഴിക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ലേ ആ അസോസിയേഷനിൽ ഇപ്പൊ കാണുന്ന ഗ്രൂപ്പിസം പോലും? അതെ, ഞാൻ പറഞ്ഞത് ബിജു രമേശ് കാണിക്കുന്ന ആ ധൈര്യവും തന്റെ ഇടവും എല്ലാവരും കാണിക്കണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഒരു മറുവശം ഒരു സംഘടന ഒന്നിച്ചു നിൽക്കുകയും അതിന്റെ ഭാരവാഹികൾ കൂട്ടായിട്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഒരുപക്ഷെ കേസ് നടത്തിപ്പില്ല. ആ തീരുമാനം അനുസരിച്ച് തന്നെയാണ് പോയത്. പക്ഷെ കേസിന്റെ കാര്യം പരാജയത്തിലേക്ക് നീങ്ങി. ഹൈക്കോടതിയിൽ കേസ് പരാജയപ്പെട്ടു, സുപ്രീം കോടതിയിൽ പരാജയപ്പെടുന്നു. അപ്പോൾ എന്താണ് വഴി? ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യത്തിൽ സംഘടന തന്നെ അംഗങ്ങളുടെ മുന്നിൽ പ്രതികൂട്ടിലാവുകയാണ്. ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് സംഘടനാ നേതൃത്വത്തെ ബാധിക്കുന്നുണ്ടാവണം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചായിരിക്കാം ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്നു,
മറുവശത്ത് സംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം സുപ്രീം കോടതി വിധി ആശങ്കയോടെ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് ബാർ അസോസിയേഷൻ സംഘടന, അതിന്റെ ഭാരവാഹികൾ. സ്വാഭാവികമായിട്ടും അതിൽ എന്തും സംഭവിക്കാവുന്ന സ്ഥിതി ഉണ്ട് എന്നതാണ് സത്യം. തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളത് കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചർച്ചയിൽ സർക്കാർ മുൻ ചീഫ് വിപ്പും ഒപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരേ ഒരു മുൻ വൈസ് ചെയർമാനുമായ PC ജോർജ് MLA ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ PC ജോർജ്, ഇന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നത് KM മാണിയെ കുറ്റവിമുക്തനാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ്. എന്താണ് കാരണം? കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ കള്ളുഷാപ്പുകാര് എന്ന് ഞാൻ പറയുന്നത് മദ്യം എന്നാണ്. ഈ മദ്യ മുതലാളിമാരെന്ന് പറയുന്ന ഇവരുള്ള അസോസിയേഷൻകാര്, മദ്യ കച്ചവട മുതലാളിമാരെന്ന് അവർ പറയുന്നവര് യാതൊരു നീതിബോധവും ഇല്ലാത്തവരെ. സത്യം പറയണ്ടേ? കുറെ എണ്ണം സത്യം പറയും, കുറെ എണ്ണം കള്ളം പറയും. കാശ് കൊടുത്തത് ആർക്കറിയാം? എല്ലാവർക്കും അറിയാം. ആ നിലയ്ക്ക് ഇനി വെച്ചോണ്ടിരിക്കാൻ നമുക്ക് പറ്റിയല്ല. അത് കാശ് കൊടുത്തുള്ള വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ആ നിലയ്ക്ക് ആ കേസ് എഴുതി തള്ളാനാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. നമ്മൾ ഹൈക്കോടതി ഇപ്പോൾ എന്താ സംശയിക്കുന്നത്? ഞാൻ പോണോ അത് വേറെ ആളെ കൊണ്ട് കൊടുപ്പിക്കണം എന്നുള്ളത് വേറെ വശം. അത് ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലെ കേസ് അങ്ങനെ പോവും. കട്ടറ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. ബാർ ഓണേഴ്സ് അസോസിയേഷൻ രാവിലെ പോലെ കമ്മിറ്റി ഉച്ചകഴിഞ്ഞ് കമ്മിറ്റി തുടങ്ങിയതാ. എല്ലാം അടച്ചുപൂട്ടി ചർച്ച. എന്നാ ചർച്ച? എല്ലാം തീർന്നില്ല, സൂക്കട് തീർന്നില്ല. എല്ലാവരും വയറ്റ് തടിച്ചല്ലേ മാനി ഉമ്മൻചാണ്ടി കൂടെ. ഇനി എന്തിനാ ഈ കള്ളം പറഞ്ഞു നടക്കുന്നത്? അവർക്ക് എങ്ങനെ ബാർ കിട്ടാന്? ഇനി എന്തിനീ കള്ളം പറഞ്ഞ് നടക്കുന്നു എന്ന് ചോദ്യമാ. അവർക്ക് ഇനി സത്യം നടക്കട്ടെ. ശ്രീ PC ജോർജ്, ഇപ്പൊ ആ ചർച്ചയ്ക്കകത്ത് അങ്ങ് പറഞ്ഞ പോലെ രാവിലെ മുതൽ അവിടെ ചർച്ച അടച്ചുപൂട്ടിയ മുറിയിലാണ്. ഒപ്പം ഒരു ഇലക്ട്രോണിക് സാമഗ്രി പോലും അതിനകത്തേക്ക് കടത്തിവിടുന്നില്ല. എല്ലാവരുടെയും മൊബൈൽ ഫോൺ പുറത്തൊരു സെക്യൂരിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. ശ്രീ PC ജോർജ് ടെലിഫോണിലേക്ക് നമ്മൾ തിരിച്ചെത്തേണ്ടതുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ശ്രീ PC ജോർജ് പറയുന്ന അർത്ഥത്തിൽ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോകും. ഈ KM മാണിക്കെതിരെയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയാൽ എന്നാണ് പറയുന്നത്. ഈ PC ജോർജ് ആണ് ശ്രീ ബിജു രമേശ് ഈ കാര്യങ്ങൾ പീപ്പിൾ TV-യിൽ വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ച ഒരു വ്യക്തി. ആ രാഷ്ട്രീയം ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? അതേക്കുറിച്ചൊക്കെ നമ്മള് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ജോർജ് പലപ്പോഴും പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും പരസ്പര വിരുദ്ധവും വിഭിന്നവുമായ നിലപാടുകളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെത് വേറൊരു നിലപാടാണ്. UDF-ന്റെ അകത്ത് നിന്നുകൊണ്ട് പുറത്തു പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അകത്ത് നിന്നുകൊണ്ട് UDF-നെ എതിർക്കുന്നു, അതിനെതിരെ ശബ്ദമുയർത്തുന്നു. സ്വാഭാവികമായിട്ടും അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ VM സുധീരൻ ഇവിടെ കൊണ്ടുവന്ന മദ്യനയം അത് കേരളത്തെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വിശാലമായ ഒരു അർത്ഥം അതിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇവിടെ ബാറുകൾ നിരോധിച്ചത് കൊണ്ട് മദ്യം നിരോധിച്ചുവോ? അടിസ്ഥാനപരമായ ചോദ്യം അതാണ്. ബാറുകൾ നിരോധിച്ചു എന്നതുകൊണ്ട് മദ്യം നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ? മദ്യം ഇഷ്ടം പോലെ AK ആന്റണി, ആ VM സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും നേതാവായ AK ആന്റണി എന്താ പറഞ്ഞത്? കുടുംബത്തിൽ ബാറുകൾ വളർന്നു വരുന്നു, കുടുംബത്തിൽ ബാറുകൾ പ്രവർത്തിക്കുന്നു, കാറുകൾ ബാറാവുന്നു. അത് കേരളം നേരിടുന്ന പഴയ ദുരന്തത്തിലേക്കാൾ ശക്തമായ ദുരന്തങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആ കാര്യം ബഹുമാനപ്പെട്ട AK ആന്റണി തന്നെ കേരള സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നോർക്കുക. എന്തൊക്കെയാണെങ്കിലും മദ്യമുതലാളിമാർ എന്തൊക്കെ തീരുമാനിച്ചാലും കേരളത്തിൽ ഈ ബിസിനസ് സമൂഹത്തിൽ ഒരു വലിയ ആശങ്ക വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ഗവൺമെന്റിന് ഒരു വ്യക്തമായ ഒരു കൂട്ടായ്മ, പ്രതിപക്ഷത്തിന്റെ സഹകരണം, കോൺഗ്രസിനകത്തു തന്നെ ഉള്ള നേതാക്കന്മാരുടെ വിവിധ ശാസ്ത്രീയ കേന്ദ്രങ്ങളുടെ ഒരു സഹകരണം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങ് ദയവായി തുടരണം. ശ്രീ PC ജോർജ് ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ശ്രീ PC ജോർജ്, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ എൻ്റെ ചോദ്യത്തിന് പരാമർശിച്ചു പോയത് അങ്ങ് ഒക്ടോബർ 31 എടുത്ത നിലപാടാണ്. ഈ ചാനലിൽ ബിജു രമേശ് കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ച ഒരാളാണ് ശ്രീ PC ജോർജ് അന്ന്. ആ അർത്ഥത്തിൽ PC ജോർജ് ഡോക്ടർ ബിജു രമേശിനെ പോലും പിന്നോട്ടടിപ്പിച്ചോ അല്ലെങ്കിൽ അടുപ്പിക്കാൻ ശ്രമിച്ചോ എന്നുള്ള സംശയമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തെ തളർത്തിയില്ലേ? ഇത് കോടതി വരെ ഇനിയിപ്പോൾ അന്വേഷണ KM മാണിയെ
കുറ്റവിമുക്തനാക്കുന്നതിൻ്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതിൽ ശ്രീ പി സി ജോർജിനൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അന്ന്? ശ്രീ പി സി ജോർജ്, പി സി ജോർജിൻ്റെ ഫോണിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം അതുപോലെ പൊതുവെ വ്യവസായികൾക്ക് ഉണ്ടായിരിക്കുന്ന സംശയമാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ഇത് ബാർ മുതലാളിമാരുടെ കാര്യത്തിലാണ് ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ ഈ ആശങ്കയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അവിടെ താങ്കൾ പറഞ്ഞതുപോലെ വ്യവസായത്തിന് എന്ത് പറ്റുന്നു എന്ന ആശങ്കയിൽ അല്ലല്ലോ. അവർ അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ് ആരെയോ രക്ഷിക്കാനുള്ള സമ്മർദ്ദത്തിൽ ഒരു ഭാഗത്ത്, ഒപ്പം കടത്തിൽ പെടുന്ന ചില മുതലാളിമാരും അതിനകത്തുണ്ടാകാം. ആ ഏറ്റുമുട്ടലല്ലേ അവിടെ നടക്കുന്നത്? നമുക്കത് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? ഒരു ബിസിനസ് സമൂഹം അവർക്ക് നഷ്ടമുണ്ടായിരിക്കുന്നു, അവരുടെ ബിസിനസ് അപ്പാടെ സമരത്തിലായിരിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടും എന്ന് അവർക്ക് ഇപ്പോഴും ആ വഴികളൊക്കെ അജ്ഞാതമാണ്, എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആശങ്കയിൽ എന്താണ് അവർ ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, എന്താണ് അവർ തീരുമാനിക്കാൻ പോകുന്നത്, അവരുടെ സംഘടനയുടെ ഭാവി എന്തായിരിക്കും എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കൂടാതെ ചർച്ച ചെയ്യുന്നതും അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതും ശരിയല്ല. അതിൽ ഒട്ടും യുക്തിയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇത് ഈ 8 മണിയുടെയും 9 മണിയുടെയും പ്രാധാന്യം ഒരുപക്ഷെ അറിയാവുന്നവരാണ് ഈ ബാർ മുതലാളിമാർ. അതിൻ്റെ ഒരു തിക്താനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. ഇപ്പോൾ ഈ ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ പോലും ഇതുപോലെ ഒരു 9 മണി 8 മണി ചർച്ചയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരുപക്ഷെ അവർ അടച്ചിട്ട് മുറിക്കാതിരുന്ന് ഇപ്പോൾ പീപ്പിൾ TV ആണോ കാണുന്നത് എന്ന സംശയം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. അവർ അത്ര നിസ്സാരമായ അവർ ഒരു ഭാഗത്ത് വരാതിരിക്കാൻ ഇന്നത്തെ ദിവസം എത്രത്തോളം കരുതലോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് നിരീക്ഷണം കൂടി ഇപ്പോൾ ആവശ്യമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, അവിടെ ഇത്തരത്തിലുള്ളൊരു നിലപാട് കേരള രാഷ്ട്രീയത്തെ ഏത് രീതിയിൽ ബാധിക്കും എന്നതാണ് നമ്മൾ രണ്ടാമത് അന്വേഷിക്കാൻ മാറ്റിവെച്ചത്. അത് എങ്ങനെയാണ് ഈ രീതിയിലാണെങ്കിൽ ഇതിനകത്ത് തന്നെ നോക്കുക. ശ്രീ VM രാധാകൃഷ്ണൻ പെട്ടെന്ന് 23-ാം തീയതിക്ക് മുമ്പുള്ള ഒരു ദിവസം പെട്ടെന്ന് ഒരു കേസിൻ്റെ ഭാഗമായി മാറുന്നു. നേരത്തെയുള്ള ഒരു കേസ് പെട്ടെന്ന് പൊങ്ങി വരുന്നു. അതിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുടെ പേര് വരെ കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇന്നത്തെ ദിവസത്തെ യോഗത്തിൽ VM രാധാകൃഷ്ണൻ സർക്കാരിനെതിരായി ഒരു വാക്കെങ്കിലും മിണ്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ? ചിന്തിച്ചുകൂടെ? അതുപോലെ ഒരു സർക്കാരിന് പ്രയോഗിക്കാവുന്ന പല തന്ത്രങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ട്. ഒരു സംശയമൊന്നുമില്ല, അത് ഏത് സർക്കാരാണെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കും. പക്ഷേ ബിജു രമേശ് ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചത് സർക്കാരിൽ നിന്നുണ്ടാക്കാവുന്ന എല്ലാ വിപത്തുകളെയും ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും വകവെക്കാതെയാണെന്നും കൂടി ഓർക്കണം. അങ്ങനെ കാര്യങ്ങൾ ഉന്നയിക്കാൻ ഒരാൾ ഉണ്ടായി എന്ന കാര്യം കൂടി ഓർക്കണം. അത് ശരിയോ തെറ്റോ എന്ന കാര്യം രണ്ടാമത്തത്. അത് ഇനിയും പോലീസ് അന്വേഷണത്തിലാണ്, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ മദ്യ മുതലാളിമാരും ഒരേപോലെ അല്ല. സാധാരണക്കാരായ ഒത്തിരിയും പേരുണ്ട്. അതേസമയം 4, 5, 8, 10 ബാറുകൾ സ്വന്തമാക്കി വൻതോതിൽ കച്ചവടം നടത്തി ധാരാളം കള്ളപ്പണം സ്വരൂപിച്ച മദ്യ മുതലാളിമാരുമുണ്ട്. വെറും ഒരു ബാർ മാത്രം വളരെ കഷ്ടപ്പെട്ട് സ്വത്തൊക്കെ വിറ്റും വലിയ പലിശയ്ക്ക് പലിശക്കെടുത്തും കടമെടുത്തും ഒക്കെ നടത്തുന്ന വളരെ പാവപ്പെട്ട മുതലാളിമാരും അങ്ങനെയുള്ളവരുമുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി ചേർന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, കേൾക്കാമോ? അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ 5.5 മണിക്കൂറായി ബാർ മുതലാളിമാർ അവിടെ യോഗം കൂടുകയാണ്. അവരുടെ വ്യവസായം എങ്ങോട്ടേക്ക് പോകുന്നു, അതെങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണോ അവർ ഇപ്പോൾ ഈ 6-ാം മണിക്കൂറിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെ തന്നെ ആയിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം കച്ചവടമാണ്. രാഷ്ട്രീയം ഏത് പാർട്ടി ഭരിച്ചാലും, ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും BJP ഭരിച്ചാലും ഇനി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള സംസ്ഥാനം ഭരിച്ചാലും പരമാവധി ആളുകളെ കൊണ്ട് പരമാവധി മദ്യം കുടിപ്പിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ഈ ബാർ ഉടമകൾ. അവരുടെ പ്രധാന പിന്നീട് കച്ചവടമാണല്ലോ. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ അവർ വളരെ സബ്സിഡറി ആയിട്ടുള്ള രാഷ്ട്രീയം, അല്ലെങ്കിൽ വളരെ വളരെ തുച്ഛമായിട്ടുള്ള രാഷ്ട്രീയമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് പ്രധാനം. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് ഞാൻ 100% 101% യോജിക്കുകയാണ്. എല്ലാ ബാർ ഉടമകളും ഒരുപോലെ സമ്പന്നരല്ല. ബാങ്കിൽ നിന്ന് KFC-ൽ നിന്നൊക്കെ വായ്പ എടുത്ത് 3 സ്റ്റാർ
ഹോട്ടലുകൾ ഉണ്ടാക്കി അതിനൊരു ബാർ ലൈസൻസ് വളരെയധികം സംഖ്യ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരുപക്ഷെ മന്ത്രിക്കടക്കം ദക്ഷിണ കൊടുത്തതിന് ശേഷം കൈക്കൂലി എന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നില്ല. ദക്ഷിണ കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് ലൈസൻസ് കിട്ടും. അങ്ങനെ കച്ചവടം തുടങ്ങി 4-ാം ദിവസം സർക്കാരിന് വെളിപാടുണ്ടായിട്ട് പുതിയ മദ്യനയം വരുന്നു. 2 സ്റ്റാർ ആദ്യം കൂട്ടുന്നു, 3 സ്റ്റാറും 4 സ്റ്റാറും പിന്നീട് കൂട്ടുന്നു. കാര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും. പക്ഷേ അടുത്ത ജയശങ്കർ, ഈ പറഞ്ഞ രീതിയിലാണ് കാര്യമെങ്കിൽ ഈ പാവപ്പെട്ട ബാർ മുതലാളിമാർ വരെ അതിനകത്തുണ്ടെങ്കിൽ അവരിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ചാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ദക്ഷിണ കൊടുത്തിട്ടുള്ളത്. ഈ ദക്ഷിണ വലിയ കോടികളിലേക്ക് മാറിയത്, പലർക്കും പല കാലങ്ങളായി കൊടുത്തത്, അതിൻ്റെയൊക്കെ കണക്കുകൾ പറയേണ്ടി വരുന്ന, പല കണക്കുകളും ചോദിക്കുന്ന ഒരു യോഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വ്യവസായത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പോംവഴി ആലോചിക്കലുകളിൽ പലതും മറക്കാനും പലരുടെയും പേരുകൾ കൂടുതൽ പറയാതിരിക്കാനും ഇപ്പോൾ ബിജു രമേശിനെ പോലുള്ളവർ നടത്തുന്ന നിയമ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനും ആയിരിക്കുമോ ഇന്നത്തെ അവസ്ഥയിൽ അവർ വ്യവസായത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക? അതോ വ്യവസായത്തെ രക്ഷിക്കാൻ കൂടുതൽ ശക്തിയായി ബിജു രമേശിനെ പോലുള്ളവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരിക്കുമോ സ്വാഭാവികമായി അവർ ആലോചിക്കുക? സ്വാഭാവികമായിട്ടും ബിജു രമേശിനെ പലരും ചെയ്യും. അദ്ദേഹം രമേശ് കോൺട്രാക്ടറുടെ മകനാണ്. ഇനിയിപ്പോൾ എല്ലാ ബാറുകളും കൂട്ടിയാലും അദ്ദേഹത്തിന് വേറെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നവരെ എല്ലാ ബാറും കൂട്ടിയിട്ടാലും ബിജു രമേശിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അദ്ദേഹം ഈ അബ്കാരി രംഗത്തിൽ അദ്ദേഹം ഒരു വലിയ ഒരു ബിസിനസ് ടൈക്കൂണാണ്. അദ്ദേഹത്തിന് ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ ഇത്ര ധൈര്യമായി സർക്കാരിനെ വെല്ലുവിളിച്ച് രാജ്യം ഭരിക്കുന്ന ധനകാര്യ മന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച് വളരെ പുല്ലുപോലെ അദ്ദേഹം നെഞ്ചുവിരിച്ച് തിരുവനന്തപുരത്ത് കൂടി നടക്കുന്നത് സാധാരണ ബാറുകാരന് താങ്ങാൻ പറ്റുകയില്ല. ഒരു സാധാരണ ബിസിനസ്സുകാരന് താങ്ങാൻ പറ്റുകയില്ല. ഇത്രയും പ്രബലമായ സർക്കാരിനെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയത്തക്ക രാഷ്ട്രീയ പിൻബലം മറ്റു രീതിയിലില്ല. പക്ഷേ സാമ്പത്തിക പിൻബലമുണ്ട്, തന്റെ ഇടമുണ്ട്. തന്റെ ഇടമാണ് പ്രധാനം. തന്റെ ഇടമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിച്ചത്. അദ്ദേഹത്തിന് സാധിക്കുള്ളൂ, വേറെ ഒരു ബാറുകാരന് സാധിക്കില്ല. രാജകുമാർ ഉണ്ണിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ പോളക്കുളം കൃഷ്ണദാസിന് സാധിക്കില്ല, വേറെ ഒരു സാധാരണ ബാറുകാരന് സാധിക്കില്ല. ഞാനും പല ബാറുകാർക്കും വേണ്ടി കേസ് നടത്തുന്ന ആളാണ്. നമുക്കറിയാം. അവരൊക്കെ ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് ദക്ഷിണ കൊടുക്കും. എക്സൈസുകാരും പോലീസുകാരൊക്കെ പ്രീണിപ്പിച്ചാണ് കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പറ്റില്ല. ഇവര് ബാറുകാരെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇടവപ്പാതി തുറന്നാൽ ഇവരുടെ കാര്യം കഷ്ടത്തിലാവും. കാരണം ഈ ബിയർ കുടിക്കാനായിട്ട് ഇന്ന് ഒരാളും കയറുകയില്ല. വൈൻ കുടിക്കാൻ ഇപ്പൊ തന്നെ ആരും കയറുന്നില്ല. മഴ പെയ്താൽ പിന്നെ ബിയർ കുടിക്കാൻ ആളുണ്ടാവില്ല. ബിയർ കുടിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വളരെ കുറച്ച് ആളുകളെ കയറുന്നുള്ളൂ. ഇവർക്ക് ബ്രേക്ക് ഈവൻ പോലും കിട്ടുന്നില്ല പണ്ടത്തെ പോലെ. അപ്പോൾ വലിയ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ലാഭം ഇല്ലാതാവുന്നതല്ല, ബിസിനസ് തന്നെ പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും. പിന്നെ രാജകുമാർ ഉണ്ണിയെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം ബിജു രമേശ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് സപ്പോർട്ട് കൊടുത്തില്ല. സപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വിചാരിച്ചിരിപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സൗജന്യങ്ങൾ കിട്ടും, ഇനി പൂട്ടിപ്പോയ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഈ ബിജു രമേശിനെതിരായിട്ട് അല്ലെങ്കിൽ കെ എം മാണിക്കും ബാബുവിനും അനുകൂലമായിട്ട് ഈ കള്ളങ്ങൾ ഇത്രയും നാളും പോലീസിനോടും വിജിലൻസിനോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ അതും നടക്കില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഒരു പ്രയോജനമില്ല. പൂട്ടിയ ബാർ ഒന്നുപോലും തുറക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടും. ഒരുപാട് വെള്ളം അദ്ദേഹം കുടിക്കേണ്ടി വരും. ആ നിലയ്ക്ക് ബിജു രമേശിന് കൂടുതൽ ശക്തി കിട്ടാൻ സാധ്യതയുണ്ട്, പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, ബിജു രമേശിനോട് എല്ലാ ബാറുകാർക്കും ഉള്ളുകൊണ്ട് പിന്തുണയുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം ആര് പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു രോമാഞ്ചം ഉണ്ടാവുമല്ലോ. പക്ഷെ ആ രോമാഞ്ചത്തിനപ്പുറത്ത് എത്ര ബാറുകാർക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ ക്വസ്റ്റ്യൻ. ഇതിന്റെ മറുവശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പി സി ജോർജ് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എടുക്കാൻ പോകുന്ന നിലപാടിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹമോ മറ്റാരെങ്കിലുമോ എന്നിപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു, അദ്ദേഹം ഏർപ്പെടുത്തുന്ന ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന്. അതായത് കെ എം മാണി കുറ്റവിമുക്തനായാൽ ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ നിയമപരമായി എന്താണ് അവിടെ സംഭവിക്കുക? പിന്നെ കോടതിയിൽ പോയാൽ പോലും അല്ല, നിയമപര വിജിലൻസുകാരെ കെ എം മാണിയെ കുറ്റവിമുക്തനാക്കുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ പ്രബലവും അനിഷേധ്യവുമായ തെളിവുകൾ വിജിലൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്ര വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ നടത്തി കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിയാലും ബന്ധപ്പെട്ട ആളുകൾ കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും തുടർ നടപടികളിലേക്ക് പോകും, ഒരുപാട് നിയമ പോരാട്ടത്തിലേക്ക് പോകും. അത്ര പെട്ടെന്നൊന്നും കെ എം മാണിക്കായിരുന്നു കൈ കഴുകി വരാൻ പറ്റില്ല. അവർ അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നുള്ള അർത്ഥത്തിലല്ല. ഇതുകൊണ്ടുണ്ടാക്കിയ രാഷ്ട്രീയമായ ഡാമേജ് അതവിടെ ഉണ്ടായി കഴിഞ്ഞു. കെ എം മാണിയുടെ ഇടപാട് എന്താണെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണെന്നൊക്കെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. അത് ഇനി ബിജു രമേശ് തന്നെ നാളെ ആരോപണം പിൻവലിച്ചാലും ഇതുണ്ടാക്കിയ ഒരു ഡാമേജ് ഉണ്ടല്ലോ, അത് പോകാൻ പോകുന്നില്ല. ജേക്കബ് ജോർജിലേക്ക് തന്നെ ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ കെ എം മാണിക്ക് ഏതർത്ഥത്തിലാണ് വിജിലൻസ് കുറ്റവിമുക്തനാക്കുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. നിയമവിദഗ്ധർ ആ രീതിയിൽ പറയുന്നു. ഏതെങ്കിലും രീതിയിൽ കുറ്റവിമുക്തനാക്കിയാൽ തന്നെ അത്
അദ്ദേഹത്തിന് ഇതിനകം ഉണ്ടാക്കിയ ഡാമേജ് തന്നെ രാഷ്ട്രീയമായി ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു മെച്ചമുണ്ടാക്കുക എന്നുള്ളതും നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബാർ മുതലാളിമാരുടെ യോഗത്തിനകത്ത് ഉള്ള രാഷ്ട്രീയം ആണ് പരിശോധിക്കുന്നതെങ്കിൽ അത് ഔദ്യോഗിക പക്ഷത്തിന് ഉണ്ടാകുന്ന കനത്ത വെല്ലുവിളി, വ്യവസായത്തെ രക്ഷിക്കാൻ സാധിക്കാത്ത ഔദ്യോഗിക പക്ഷത്തിന് ഉണ്ടാകുന്ന വെല്ലുവിളി, അതുണ്ടാക്കുന്ന ബിജു രമേശിൻ്റെ പിന്തുണ വർദ്ധിക്കൽ, അത് നിയമപരമായ ഏതർത്ഥത്തിലാണ് ഇനി അങ്ങോട്ട് നുണപരിശോധന ഉൾപ്പെടെ മറ്റു തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കേസിനെ ബാധിക്കുക എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിലും ശ്രീ ജേക്കബ് ജോർജ്, കെ എം മണിക്കെതിരെയുള്ള അന്വേഷണം വിശ്വസ്തരായ നല്ല ഇതിൽ സമൂഹത്തിൽ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. എങ്കിൽ പോലും അങ്ങനെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് കെ എം മണിയെ കുറ്റവിമുക്തനാക്കുമെന്നും അതുവഴി കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് കെ എം മണിയുടെ പ്രതീക്ഷ. UDF പോലും അതിന്റെ ആശങ്ക പുലർത്തുന്നുണ്ട്. UDF ഈ ഒരു കണക്കുകൂട്ടലിലാണ് നീങ്ങുന്നത്. എന്തുമാവട്ടെ, കേസിന്റെ കാര്യം അതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലിരിപ്പ്, അവരുടെ ഇതാണ് എഴുതാൻ പോകുന്നത്, നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കാനാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാം. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, അങ്ങ് പറഞ്ഞതുപോലെ ഇത്ര വളരെ റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചിട്ടും അതെങ്ങനെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഉള്ളപ്പോൾ, ആള് തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്ന അവസ്ഥയുള്ളപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയെ അറിയാം. പക്ഷേ ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് ഒഴിവാക്കുന്ന രീതിയിലേക്കോ കുറ്റവിമുക്തനാക്കുന്ന രീതിയിലേക്കോ പോയാൽ അത്രമാത്രം സമ്മർദ്ദം രാഷ്ട്രീയമായി ഒരു വെല്ലുവിളി തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസിൽ ഉണ്ടാകുകയാണെങ്കിൽ അല്ലേ നടക്കൂ? അപ്പോൾ ഈ കേസിന്റെ തീരുമാനം തീർപ്പ് ആക്കുകയാണെങ്കിൽ ഒരു കുറ്റവിമുക്തനാക്കുന്ന രീതിയിലാണ് ഒരു ഉത്തരവ് വരുന്നത് എങ്കിൽ അതിന്റെ പേരിൽ കെ എം മാണിക്ക് കുറച്ചും കൂടി രാഷ്ട്രീയ പ്രചാരണം നടത്താനാവും. അത് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമപരമായ ധാരാളം വെല്ലുവിളികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും, വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെയും. സ്വാഭാവികമായിട്ടും ഈ കേസ് ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ച് മാറിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത്ര ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ തൽക്കാലം ഒന്ന് മാറി നിന്നിരുന്നുവെങ്കിൽ PC ജോർജ് പ്രശ്നം, അതുപോലെ കേരള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, ഇത് UDF അകത്ത് ED സതീശിനെ പോലുള്ളവർ അദ്ദേഹത്തിനെതിരെ കെ എം മണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമായിരുന്നില്ല എന്ന കാര്യം കൂടി നാം ഓർക്കണം. പക്ഷെ ഇന്നിപ്പോൾ ബാർ മുതലാളിമാർ എന്ത് തീരുമാനിക്കുന്നു എന്ന് നമ്മൾ വളരെ ആശങ്കയോട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആശങ്ക തുടങ്ങും. അവർക്കും അറിയാം ഈ പ്രൈം ടൈം ഒഴിവാക്കി മാത്രമേ അവരെന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് പത്രപ്രവർത്തകരെ അറിയിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ പ്രൈം ടൈം സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒഴിവാക്കാൻ തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം, അത് തന്നെയായിരിക്കും അവരുടെ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഔദ്യോഗിക പക്ഷത്തിന്റെ തീരുമാനം ആ നിലയിലേക്ക് പോവുകയാണെങ്കിൽ കൂടി അതിനെ സമ്മർദ്ദപ്പെട്ടുകൊണ്ട് അതിനകത്ത് പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവർ പോലും ഇപ്പോൾ ആ യോഗത്തിൽ തുടരേണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തനം നല്ലവണ്ണം അറിയാവുന്ന അങ്ങേക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആത്യന്തികമായി അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം, ഈ കേസ് അവസാനിപ്പിച്ചാൽ ഭാവിയിൽ കെ എം മാണി സാറിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം, കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് നിയമപരമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം, അതിലേക്കാണോ ഈ കേസിനെ നയിക്കുന്ന ആളുകൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക ഒന്നത്? ഇനി അതല്ലെങ്കിൽ കെ എം മാണി സാറിന് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നം, ഈ കേസ് കുറ്റവിമുക്തനാക്കുന്നില്ലെങ്കിൽ കെ എം മാണി സാർ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, UDF രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, അതും വായിച്ചെടുക്കാം. ഏത് നിലയ്ക്കും വലിയ കോളിളക്കങ്ങൾ തന്നെയാണ്, പ്രകമ്പനങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. അല്ല, കെ എം മാണിക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാവുന്ന നഷ്ടങ്ങൾ അതുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കെ എം മാണി മൂലം UDF ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതും UDF വലിയ നഷ്ടം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ബാർ കോഴ വിവാദം കേരളത്തിൽ ഇന്നും വളരെ ഉയർന്നു നിൽക്കുന്ന വിഷയം തന്നെയാണ്, ജനങ്ങളുടെ സംസാര വിഷയമാണ്. രാഷ്ട്രീയം സംസാരിക്കുന്ന ആരും ഇന്ന് ബാർ കോഴ വിഷയം വളരെ പ്രയാസത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്, യാതൊരു സംശയമില്ല. അത് കേരള രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൗതുകകരമായ കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ഈ ഭൂതത്തെ തുറന്നുവിട്ടത് KPCC അധ്യക്ഷനാണ് എന്ന കൗതുകകരമായ കാര്യം നിൽക്കുന്നു. അദ്ദേഹം തുറന്നുവിട്ട ഭൂതം
അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ മുമ്പിലാണ് വെല്ലുവിളി, കോൺഗ്രസ് ഗവൺമെന്റിന്റെ മുമ്പിലാണ് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് എന്നതും വിഷയമാണ്. പിന്നീട് ഈ ബാർ അസോസിയേഷൻ നേരിടുന്ന പ്രശ്നം അത് ഗുരുതരമാണ്. ബിജു രമേശിനോട് ഒപ്പം നിൽക്കാനോ അദ്ദേഹത്തെ എതിർക്കാനോ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് ബാർ അസോസിയേഷൻ നേരിടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു സംഘടന എന്ന നിലയ്ക്ക്, ഞാനും പത്രപ്രവർത്തക യൂണിയന്റെ സംഘടനയുടെ ഭാരവാഹിയായിരുന്നു. കേരളത്തിൽ പത്രപ്രവർത്തന യൂണിയന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ഒരു യൂണിയനേ ഉള്ളൂ എന്നുള്ളതാണ്. എങ്കിൽ പോലും പത്ര മാനേജ്മെന്റുകൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി നമ്മുടെ പത്രപ്രവർത്തക യൂണിയനില്ല. അതേപോലെ ഗവൺമെന്റിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ സംഘടന ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് അതൊരു വലിയ ശാപമായി മാറും എന്ന കാര്യം കൂടെ നാം ഇപ്പോൾ ഓർമ്മിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഉമേഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ബാർ ഉടമകളുടെ യോഗം നടക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ലാല്, ചർച്ച തുടങ്ങിയപ്പോൾ 6 മണിക്കൂറിലേക്ക് കടക്കുന്നു. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് വരുന്നത്. അല്പസമയത്തിനകം തന്നെ ചർച്ച അവസാനിച്ച് പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 6 മണിക്കൂറിലേക്ക് കടക്കുന്നു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയ്ക്കകത്ത് 3 ചേരി രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ വലിയ ഒരു സമയം എടുക്കും എന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ജാമർ ഉൾപ്പെടെ ഒരു വിവരം പുറത്തേക്ക് പോരുത് എന്ന തരത്തിൽ വളരെ രഹസ്യമായി തന്നെയാണ് ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിനകത്തേക്ക് പ്രവേശനം നൽകിയിട്ടില്ല. ഒരു സ്വകാര്യ ഹോട്ടലിൽ 4ാം നിലയിലാണ് യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും താഴെയാണ് കാത്തു നിൽക്കുന്നത്. മുകളിലേക്ക് ഇതുവരെ ആരെയും കടത്തി വെച്ചിട്ടില്ല. വലിയൊരു സെക്യൂരിറ്റി തന്നെ ഉണ്ട്. എന്തായാലും ഇതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായ ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ 3 ചേരിയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നു. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനിയെല്ലാം തുറന്നു പറയണം എന്ന നിലപാടിൽ തന്നെയാണ് സംഘടനയിൽ ഒരു വലിയ വിഭാഗം അഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നത്. ബിജു രമേശിന് പിന്തുണ ഏറുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും KM ഉമേഷ് ആണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ നിരീക്ഷിച്ചതുപോലെ പ്രൈം ടൈം ചർച്ചാ സമയം കഴിഞ്ഞു മാത്രമേ ഇന്നത്തെ വളരെ നിർണായകമായ ബാർ ഉടമകളുടെ യോഗം തീരാൻ സാധ്യതയുള്ളൂ എന്ന നിരീക്ഷണത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ രാത്രിയിൽ മാധ്യമപ്രവർത്തകരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ പറയാം. ഇന്നത്തെ ഈ അസോസിയേഷൻ്റെ തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ ഇരിക്കുന്ന ആ സമയത്തെ കടത്തിവെട്ടിക്കൊണ്ട് ചർച്ച നീളുമ്പോൾ നാളെയും അത് ഒളിച്ചു വെക്കാൻ ഈ അസോസിയേഷന് സാധിക്കുമോ? ഇപ്പോൾ മൊബൈൽ ജാമറും മറ്റ് ക്യാമറ സംവിധാനങ്ങളും ഒക്കെ രക്ഷിച്ചെടുക്കുന്നത് പോലെ നാളെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ തടഞ്ഞു നിർത്തുക എന്നുള്ളതുകൂടി കൗതുകകരമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ബാർ ഉടമകളുടെ യോഗം ഇപ്പോഴും കൊച്ചിയിൽ തുടരുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ PC ജോർജ്, വളരെ നന്ദി.